നമസ്കാരം. മെയ് 26 തിങ്കളാഴ്ച എന്ന ദിവസത്തിലെ രാശിഫലത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഇന്നേ ദിവസം ജീവിതത്തിലേക്ക് ഈ രാശിക്കാർക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ആ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ അറിയാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമായി തന്നെ തിങ്കളാഴ്ച മാറാവുന്നതാണ്. പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കാവുന്നതാണ്. അത് ജോലിയുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം. പുരോഗതി ദൃശ്യമാകുന്ന സമയമായി തന്നെ മാറും. സന്തോഷവും സമാധാനവും കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. അതായത് സമാധാനപൂർണമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ തടസ്സങ്ങളെ തരണം ചെയ്ത് വിജയത്തിലേക്ക് കടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ, അത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടോ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ വന്ന് ചേരാവുന്നതാണ്. വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുക, പ്രണയികൾക്ക് അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. മികച്ചതായ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ധനപരമായ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും ടെൻഷൻ അനുഭവിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളിലേക്ക് ധനം അത് സഹായമായാണ് എങ്കിലും, മറ്റ് പല ധനസ്രോതസ്സുകളിൽ നിന്നാണ് എങ്കിലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളുടെ സഹായവും ഇത്തരം കാര്യവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും എന്നാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ പലപ്പോഴും വിചാരിച്ചതായ കാര്യങ്ങൾ സംഭവിക്കാത്ത സാഹചര്യമാണ് ജീവിതത്തിൽ കൂടുതലായും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഇന്നേ ദിവസം ചില മാറ്റങ്ങൾക്ക്, ചില പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾക്ക് കാരണമായി തീരാം. പലപ്പോഴും നിർഭാഗ്യത്താൽ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും വളരെയധികം വിഷമം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. എന്നാൽ ഇന്നേ ദിവസം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ഭാഗ്യം പ്രതിഫലിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജോലികൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ധനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല ജോലികളും കൃത്യമായി തന്നെ പൂർത്തീകരിക്കുവാൻ
നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ആരോഗ്യ കാര്യത്തിലും മികച്ചതായ മാറ്റങ്ങൾ കടന്നു വരുന്നു എന്നതും പ്രധാനപ്പെട്ടതായ കാര്യമാകുന്നു. കൂടാതെ സമൂഹത്തിൽ ബഹുമാനം, പ്രശസ്തി നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില പ്രവൃത്തികൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ധനം ആവശ്യമുണ്ട് എങ്കിലും ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങൾക്ക് തേടി എത്താവുന്നതുമാണ്. എന്നാൽ ഇന്നേ ദിവസം പ്രധാനമായും ആരോഗ്യ കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുകയും എടുക്കുന്നതായ തീരുമാനങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ പലവിധ നഷ്ടങ്ങളിലേക്കും അത് കൂപ്പുകുത്തുന്നതിനോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനോ കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. നിങ്ങളിലേക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും ചില കാര്യങ്ങൾ കൂടുതലായും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ആത്മവിശ്വാസത്തോടെ തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയും അത് നിങ്ങൾക്ക് പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ചെയ്യാം. വെല്ലുവിളികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ട് എങ്കിലും അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അംഗീകാരങ്ങളും പ്രശസ്തിയും അതെല്ലാം സന്തോഷകരമായ നിമിഷങ്ങളാണ് എങ്കിലും വന്നു ചേരാം. അത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. പ്രണയികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പ്രധാനമായും വേണ്ട എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. അതിൽ ചിലതെങ്കിലും സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറക്കാൻ സാധിക്കാത്തതായ ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കഠിനാധ്വാനം പലപ്പോഴായി നിങ്ങൾ ചെയ്തിട്ടുള്ളതാകുന്നു. അത്തരത്തിൽ ചെയ്ത കഠിനാധ്വാനത്തിന്റെ ഫലം അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങൾ കൂടി വന്നു ചേരാം. എന്നാൽ സാഹസികപരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാനുള്ള ചില പ്രവണതകൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ബഹുമാനം, പ്രശസ്തി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പ്രണയബന്ധം കൂടുതൽ അനുകൂലമായി തീരാം, ശക്തമാകുവാനുള്ള സാധ്യതകളുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ ചില തിരിച്ചടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും ഇന്നേ ദിവസം പലവിധ തർക്കങ്ങൾ പരിഹരിക്കുക, ഭാഗ്യം തുണയ്ക്കുക, ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക തുടങ്ങി നിരവധിയാർന്ന അനുകൂലമായ കാര്യങ്ങളും വന്നു ചേരാം. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ കടന്നു വരുന്നതായ സമയമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഈ രാശിക്കാർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാന് ജലധാര വഴിപാടായി നടത്തുന്നതും ശുഭകരമാണ്. അതിനാൽ ഇന്നേ ദിവസം തന്നെ ആ വഴിപാട് ഷീട്ടാക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സാധിക്കുന്നവരാണ് എങ്കിൽ ഭഗവാന് കൂവളമാല കൂടി ചാർത്തുവാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു പിൻവിളക്ക് കൂടി നടത്തുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം.